Sir, good morning and welcome to the show. Morning, Vishnu. Morning, viewers. സാർ നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ടൊന്ന് പോകാം. യു എസ് മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഒരു സമ്മിശ്രമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് നടന്നതായിട്ടാണ് നമുക്ക് യു എസ് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് നോക്കുമ്പോൾ 106 പോയിന്റിൻ്റെ അതായത് 0.25% ഒരു കുറവാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. S&P 500 ഒരു ഫ്ലാറ്റ് നോട്ടിൽ ക്ലോസിംഗ് നടത്തിയപ്പോഴത്തേക്കും നാസ്ഡാക്കിൽ ഏകദേശം 0.31% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലത്തെ ചില പ്രധാനപ്പെട്ട ഓഹരികൾ നോക്കുമ്പോൾ എൻവിഡിയ 4% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ടെസ്ലയിൽ 3.8% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബ്ലാക്ക്ബെറി ഓഹരികൾ 12.5% ഒരു ഉയർച്ചയും ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? വിഷ്ണു, നമുക്ക് മെഞ്ഞാന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിച്ചത് ബോത്ത് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഇതിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 42,800 പോയിന്റിന്റെ മുകളിലായിരുന്നു മെഞ്ഞാന്ന് ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടിയത്. ആൻഡ് ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും വളരെ നേരിയ ഒരു ഇടിവായിരുന്നു ബോത്ത് നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് 42,800 പോയിന്റിന് മുകളിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് 22,100 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സോ അണ്ടർടോൺ ഇൻ അമേരിക്കൻ മാർക്കറ്റ്സ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. സാർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ബ്രെൻഡിലും WTI ക്രൂഡിലും ഇന്നൊരു നേട്ടം കാണുന്നുണ്ട്. 0.6% ഒരു മുന്നേറ്റമാണ് ഈ രണ്ട് കമ്മോഡിറ്റിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് അൺസർട്ടൻ, അതായത് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. വീണ്ടും ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. വി ഷുഡ് കണ്ടിന്യൂ ടു വെയിറ്റ്. സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഗോൾഡ് എടുത്തത്. ഇന്ന് നോക്കുമ്പോഴും ഒരു നേരിയ നേട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3,340 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ഗോൾഡിൽ ട്രേഡിംഗ് തുടരുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ $3,400 റെസിസ്റ്റൻസ് സ്വർണം ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $3,460 കാണാൻ സാധിക്കുന്നത്. സാർ, നമുക്ക് ഇനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. നിഫ്റ്റി 50 നോക്കുമ്പോൾ 0.8% ഒരു നേട്ടത്തിൽ 25,244 എന്നൊരു നിലയിലാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് എടുത്തത്. 200 പോയിന്റിന്റെ ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തത്. മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു 1 hour ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്തതിന് ശേഷം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റ് നടത്തിക്കൊണ്ട് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 25,350. ആ ഒരു ലെവലിന് മുകളിൽ നിഫ്റ്റി 50ക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ഷോർട്ട് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 24,700 പോയിന്റ് ആയിരിക്കണം. സർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ 0.28% ഒരു നേട്ടത്തിൽ 56,621 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് എടുത്തത്. ഇന്നലെ ഒരു സൈഡ് വൈസ് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നേരിയ ഒരു റെസിസ്റ്റൻസ് കാണുന്ന 56,900 പോയിന്റ്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ലെവലിൽ ബ്രേക്ക് ചെയ്യപ്പെടും. ആ ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 55,350 പോയിന്റ്. സാർ, നമുക്ക് ആദ്യം ഒരു സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് KEC ഇന്റർനാഷണൽ പറ്റിയാണ്. ഇതിലെ 4% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 927 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പുതിയ ഓർഡറുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു 3 മാസത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം കഴിഞ്ഞ മാസവും ഈ മാസവും സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. KECയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? KECയുടെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്.
ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം സ്റ്റഡി ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിരുന്നു. ഇന്നലത്തെ ആ ഒരു പോസിറ്റീവ് ക്ലോസിനെ തുടർന്ന് സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 941 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 840. സാർ ഇനി അറിയേണ്ടത് ഒരു മൾട്ടി ബാഗ് റിട്ടേൺ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് നൽകിയ ഒരു PSU ബാങ്കിങ് സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇന്ത്യൻ ബാങ്കിനെ പറ്റിയാണ് അറിയേണ്ടത്. ഏതായാലും കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് സ്റ്റോക്ക് നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ഇപ്പോൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 620 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. കഴിഞ്ഞ 3 മാസങ്ങളിലെ ഒരു പോസിറ്റീവ് ആയ ഒരു നേട്ടത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നതും. ഇന്ത്യൻ ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 599 രൂപ. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 645. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 660. 660ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സാറിന് നമുക്ക് അറിയേണ്ടത് വെസ്റ്റേൺ കാരിയേഴ്സിനെ പറ്റിയാണ്. ഏതായാലും സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ 0.43% ഒരു നേട്ടത്തിൽ 110 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ജിൻഡാൽ സ്റ്റെയിൻലെസ്സിൽ നിന്ന് പുതിയൊരു കരാർ 558 കോടി രൂപയുടെ ഒരു കരാർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ 2024 ഒരു ലിസ്റ്റിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം തുടർച്ചയായി വലിയ രീതിയിലൊരു ഇടിവാണ് സ്റ്റോക്ക് എല്ലാ മാസവും രേഖപ്പെടുത്തിയത്. എന്നാൽ ഏപ്രിൽ തുടങ്ങി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു നേട്ടത്തിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ മാസം 35% റിട്ടേൺ ഓൾറെഡി നൽകി കഴിഞ്ഞു. സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? തീർച്ചയായിട്ടും. സോ വെസ്റ്റേൺ കാരിയേഴ്സിന്റെ കേസിൽ ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 117 രൂപ. 117ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നല്ലൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 99 രൂപ. സാർ ഇനി നമ്മൾ റെയിൽവേ സെക്ടറിൽ നിന്നുള്ള പല സ്റ്റോക്കിൻ്റെ ഒരു വ്യൂ താങ്കൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊരു റെയിൽവേ സ്റ്റോക്കിൽ നിന്നുള്ള RVNLന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയേണ്ടത്. 0.35% ഒരു നേട്ടത്തിലാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. 399 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. RVNLൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? RVNLന്റെ കേസിൽ മെയ് മാസത്തിൽ നമുക്കൊരു 6 മന്ത് ഹൈ 447 രൂപയിൽ നൽകിയതിനു ശേഷം ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അടുത്ത 2-3 സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 407 രൂപ. 407ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 440. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 375 രൂപയായിരിക്കണം. സാറിന് നമുക്ക് ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.68% ഇടിവിൽ 509 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ ഡിസംബറിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏപ്രിലിൽ സ്റ്റോക്കിൽ 22% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 മാസങ്ങൾ നോക്കുമ്പോഴും നേരിയ തോതിൽ ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജന സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ 522 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 470 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് കാണുന്ന 555 രൂപയിൽ 555ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. സാറിന് ഈ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. 1.2% നേട്ടമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. 13,887 എന്നുള്ളൊരു വ്യൂ ആണ്, ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർച്ച് മുതൽ ഈ ഒരു സ്റ്റോക്കിൽ വലിയ രീതിയിൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മാസവും പുതിയൊരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോഴ്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫോഴ്സിന്റെ കേസിൽ നമ്മൾ ഓട്ടോ ഇൻഡെക്സ് ആൻഡ് നിഫ്റ്റി 50 കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഔട്ട് പെർഫോമൻസ് ഈ സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എക്സ്ട്രീംലി ബുള്ളിഷ് അണ്ടർടോൺ.
കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊസിഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ബട്ട് കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 13,250 രൂപയിലായിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സാറിനെ അറിയേണ്ടത് CN ലിമിറ്റഡിനെ പറ്റിയാണ്. 0.92% ഇടിവിൽ 1296 എന്നൊരു പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 50% ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. CNൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇതിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1265 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 1380 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 1530 രൂപ. 1530 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. സാർ, ഏതായാലും നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഓട്ടോ സെക്ടറിൽ നിന്നുള്ള മാരുതിയുടെ ഒരു വ്യൂ കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 1.24% നേട്ടത്തിൽ 12,767 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 10% അടിയിൽ മാത്രമായിട്ടാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മാരുതിയിൽ മുന്നോട്ട് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? മാരുതിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 12,920 രൂപയിലും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് 13,120 രൂപയിലും കാണുന്നു. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സാറിന് നമുക്ക് നെൽകാസ്റ്റിനെ പറ്റിയാണ് അറിയേണ്ടത്. നെൽകാസ്റ്റ് നോക്കുമ്പോൾ 1.24% നേട്ടത്തിൽ 138 എന്നൊരു നിലയിലാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് സ്റ്റോക്ക് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും സ്റ്റോക്കിൽ മുന്നോട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. സ്റ്റോക്കിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് മെയ് 26 ശേഷം നേരിയ തോതിൽ ഒരു കൺസോളിഡേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞ ആഴ്ച നമുക്ക് നൽകിയ ഒരു മേജർ ടോപ്പ് 152 രൂപയിൽ കാണുന്നു. 152 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 124 രൂപ. സാറിന് നമുക്ക് ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 0.94% ഇടിവിൽ 5,576 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഏപ്രിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള ഈ 2 മാസങ്ങൾ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏഷ്യർ മോട്ടോഴ്സിൽ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഐഷ മോട്ടോറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിലായി പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 5,660 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 5,300 രൂപയായിരിക്കണം. സാറിന് നമുക്ക് ഒലക്ട്രയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.5% ഒരു മുന്നേറ്റത്തിൽ 1188 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഫെബ്രുവരി 2024 ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 50% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഒലക്ട്രയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒലക്ട്രയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു കമ്പനിയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2 മാസം മുൻപ് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഈ കമ്പനിക്ക് വലിയൊരു ഓർഡർ നൽകിയിരുന്നു. ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തതിനെ തുടർന്നായിരുന്നു ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ ഇതിലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,820 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. നമുക്കൊരു ബൈ ട്രേഡ് ലഭിക്കണമെങ്കിൽ 1,240 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം.
സാറിന് നമുക്ക് കോൾ ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കോൾ ഇന്ത്യ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഓഗസ്റ്റ് 2024 അതിനുശേഷം സ്റ്റോക്കിൽ ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ കോൾ ഇന്ത്യയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റ് ട്രേഡർ പ്രൈസ് നോക്കുമ്പോൾ 391 എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഏകദേശം 20% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ്. കോൾ ഇന്ത്യയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇപ്പോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. ബട്ട് എങ്കിലും നമ്മൾ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 412 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കൈവച്ച് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 380 രൂപയുടെ സപ്പോർട്ടും ശ്രദ്ധിച്ചിരിക്കണം. സാറിന് റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള DLFന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.57% നേട്ടത്തിൽ 854 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് സ്റ്റോക്കിൽ നോക്കുമ്പോൾ ഏകദേശം 30% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് തുടരുന്നതായിട്ടും കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? DLFന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇൻഫാക്ട് റിയാലിറ്റി ഇൻഡെക്സിലുള്ള ടേൺ അറൗണ്ടിന് നയിച്ചത് DLF തന്നെയായിരുന്നു. ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 820 രൂപ ആൻഡ് മേജർ റെസിസ്റ്റൻസ് 880 രൂപയിലാണ് കാണുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ലോങ് ടേമിന് വേണ്ടി പോലും ഈ സ്റ്റോക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഈ കമ്പനിയെ കുറിച്ച് ഒരു നല്ല പോസിറ്റീവ് വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ബ്രുക്കോണില് കഴിഞ്ഞ ആഴ്ച ഒരു പുതിയൊരു പ്രോജക്റ്റ് മാർക്കറ്റ് ചെയ്തപ്പോഴേക്കും ഒരേ ഒരു സിംഗിൾ ആഴ്ചയിൽ തന്നെ 11,000 കോടി രൂപയുടെ ഫ്ലാറ്റുകൾ അവർക്ക് വിൽക്കാൻ സാധിച്ചിരുന്നു. സാറിന് നമുക്ക് അദാനി എനർജി സൊല്യൂഷൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 850 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു നേരിയ തോതിലൊരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അദാനി എനർജി സൊല്യൂഷൻസ് താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി എനർജിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം 2 ദിവസമായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 900 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതേസമയം നമ്മുടെ മേജർ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 810 രൂപ. 810 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. സാറിന് നമുക്ക് അറിയേണ്ടത് ഗംഗ ഫോർജിനെ പറ്റിയാണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തി 4 രൂപ എന്നുള്ളൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണുന്നത്. കാര്യമായൊരു നേട്ടമൊന്നും ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? വിഷ്ണു, ഗംഗ ഫോർജ് ഇസ് എ പെനി സ്റ്റോക്ക് ആൻഡ് ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ ഒരിക്കലും ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ഈ കമ്പനിയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു എന്നാണ്. സാറിന് നമുക്ക് IT സെക്ടറിൽ നിന്നുള്ള ഇൻഫോസിസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2% നേട്ടത്തിൽ 1614 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസത്തിൽ നോക്കുമ്പോൾ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇൻഫോസിസിൽ മുന്നോട്ട് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇനി എന്താണ്? സൈഡ്വേസുമായിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു ഇമീഡിയറ്റ് ബൈ ട്രിഗർ കാണാൻ സാധിക്കുന്ന 1645 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 1760. 1760 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1510 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമുക്ക് റെഡിങ്ടന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.5% ഒരു മുന്നേറ്റത്തിൽ 306 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിയതായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഒരു മാസം ഇപ്പോൾ നോക്കുമ്പോൾ ഒരു മികച്ച റിട്ടേൺ സ്റ്റോക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരു മന്ത്ലി ക്ലോസിംഗ് എടുക്കുമ്പോൾ പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ഈ ഒരു സ്റ്റോക്കിൽ ഈ മാസം ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. റെഡിങ്ടണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റെഡിങ്ടന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇൻഫാക്ട് ഈ സ്റ്റോക്ക് ഇതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു ഷോർട്ട് ടേം ബൈങ് ട്രിഗർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 10 രൂപ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 310 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 15 മുതൽ 20 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ പ്രതീക്ഷിക്കാം.
സാറിന് ഈ ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.6% ഒരു നേട്ടത്തിൽ 1672 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇന്നലെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 3 മാസങ്ങളിൽ നേരിയ ഒരു റിട്ടേൺ നൽകിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് കാഴ്ചവെക്കുന്നതായിട്ട് കാണുന്നത്. മാത്രമല്ല ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 25% ഒരു അടിയിലൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നതായിട്ട് കാണുന്നത്. ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് സൈഡ് വേസ് ആയിട്ട് കാണുന്നു. ബട്ട് 1690 രൂപയിലെ ഇമ്മീഡിയറ്റ് ബൈയിങ് ട്രിഗർ കാണുന്നത്. ആകെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 1720, അതിനുശേഷം 1765. ഈ 2 റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. ലോങ് പൊസിഷൻസ് അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1625 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സാറിന് അറിയേണ്ട മറ്റൊരു സ്റ്റോക്കിൻ്റെ വ്യൂ എന്ന് പറയുന്നത് എലക്കോൺ ആണ്. എലക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് 2% അടുത്തൊരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 639 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ 3 മാസങ്ങളിലായി ഒരു മികച്ചൊരു റിട്ടേൺ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഓൾ ടൈം ഹൈയിൽ നിന്ന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നതും. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എൽക്കോൺ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ബട്ട് ഏപ്രിൽ മാസത്തിന് ശേഷം വലിയൊരു നേട്ടം നൽകിയതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 620 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് 720 രൂപ. 720 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. സാറിന് നമുക്ക് IDBI ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 3.1% നേട്ടത്തിൽ 94 എന്നുള്ളൊരു പ്രൈസിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിലായി ഓൾമോസ്റ്റ് ഒരു 40% മുകളിലൊരു റിട്ടേൺ സ്റ്റോക്ക് ഇപ്പോൾ നൽകി കഴിഞ്ഞു. IDBIയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? IDBIയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷനും എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 85 രൂപ. 85ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 106 രൂപയിലാണ് കാണുന്നത്. സാറിന് RECയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.75% ഒരു ഇടിവിൽ 53 എന്നുള്ള ഒരു പ്രൈസിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ ഫെബ്രുവരി, ഈ ഒരു വർഷം തന്നെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് അവിടെ അങ്ങോട്ട് ഒരു ഇടിവാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 15% ഒരു താഴെ മാത്രമാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി RECയുടെ കേസിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നുണ്ടെങ്കിൽ 422 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആകെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 450, അതിനുശേഷം 465 കാണുന്നത്. 465ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 350 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സാറിന് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.52% നേട്ടത്തിൽ 239 എന്നൊരു നിലയിലാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 3 മാസങ്ങളിൽ സ്റ്റോക്ക് ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് ബൈ ട്രിഗർ 245 രൂപയിൽ കാണുന്നു. 245ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 260. 260ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു കുതിപ്പ് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 228 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സാറിനെ അറിയേണ്ടത് മീഡിയ സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ്. ഇന്നലത്തെ ഒരു നേട്ടം നോക്കുമ്പോൾ 15% ഒരു കുതിപ്പാണ് ഈ ഒരു സ്റ്റോക്ക് നടത്തിയത്. നെറ്റ്വർക്ക് 18ന്റെ ഒരു ഓഹരിയുടെ വ്യൂ ആണ് താങ്കളിൽ നിന്ന് അറിയേണ്ടത്. 61 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വലിയ രീതിയിലൊരു ട്രേഡിംഗ് ഈ ഒരു സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെറ്റ്വർക്ക് 18ൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
നെറ്റ്വർക്ക് 18 is a small cap stock and ഈ സ്റ്റോക്കില് ഏപ്രിൽ മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു നമുക്ക് ഈ സ്റ്റോക്ക് നൽകിയത്. ഇൻഫാക്ട് ഒക്ടോബർ മാസത്തിന് ശേഷം ഇത്രയും ശക്തമായിട്ടൊരു പോസിറ്റീവ് ക്ലോസ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 50 രൂപയുടെ സപ്പോർട്ട് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 65 രൂപയിൽ കാണുന്നു. 65ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 80-85 ഈ ഒരു റേഞ്ചിലായിരിക്കും. സർ, അവസാനമായ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചു നിർത്തുകയാണ്. ഇപ്പോഴത്തെ ഒരു സെക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കി വെക്കാവുന്ന അല്ലെങ്കിൽ പരിഗണിക്കാവുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? വിഷ്ണു, നമ്മൾ സെക്ടർ വൈസ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ബാങ്കിങ് സെക്ടറിൽ ശ്രദ്ധിച്ചിരിക്കാം. കാര്യം ബാങ്കിങ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലിന്റെ തൊട്ടടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. റിയാലിറ്റി ഇൻഡെക്സ്, ഓട്ടോ സെക്ടർ ഇൻഡെക്സ് ഇതിന്റെ ഒക്കെ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇതിൽ അണ്ടർ ഡോഗ് ആയിട്ട് നമുക്ക് കരുതാവുന്ന ഒരു സെക്ടർ ഇസ് നിഫ്റ്റി IT ഇൻഡെക്സ്. ബട്ട് നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 40,100 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ട് കാണുന്നത്. കാര്യം കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള TCS, ഇൻഫോസിസ്, HCL ടെക്നോളജി മുതലായ സ്റ്റോക്സിലൊക്കെ വീണ്ടും ഒരു ഗ്രാജുവൽ ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. സോ 40,100 ഇസ് എൻ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ലഭിക്കുവാൻ വേണ്ടി മൈഫിൻ TV ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.